ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിക്ക് നേരെ നടന്നത് കൂട്ടബലാത്കാര ശ്രമം. 2 വിദ്യാർത്ഥികളും ഒരു ഗാർഡും സംഭവത്തിൽ ഉൾപ്പെട്ടതായി ആരോപണമായിരുന്നു. ഡൽഹി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുന്നിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തത്സമയം വരികയാണ്. ബൽറാം, ഈ ക്യാമ്പസിന് മുന്നിൽ നിൽക്കുമ്പോൾ പുതിയതായി എന്തെങ്കിലും ഈ സ്റ്റോറിയിൽ, ഈ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ? എസ് അതീവ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഡൽഹിയിലെ രാജ്യത്തിന്റെ സർവകലാശാലയിൽ നടന്നിരിക്കുന്നത്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തുന്നത് എന്നാണ് സഹപാഠികൾ അറിയിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി മാനസികമായി ഏറെ തകർന്ന നിലയിലായിരുന്നു. വൈകിട്ട് 3 മണിയോടെയാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് എന്നാൽ മണിക്കൂറുകളോളം പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ക്യാമ്പസിനകത്ത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ മണിക്കൂറുകളോളം കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷമാണ് മാനസിക നില മൊഴിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സഹപാഠികൾ ആരോപിക്കുന്നത് 2 വിദ്യാർത്ഥികളും ഒരു ഗാർഡും ഉൾപ്പെടെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്കെതിരെ കർശന നടപടി ഭാഗത്തു നിന്നും വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്തായാലും ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. പ്രതിഷേധം നീതി ലഭിക്കും വരെ തുടരും എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.